ഞങ്ങളിത് കുറച്ച് വെണ്ടയൊക്കെ ഒന്ന് പറിക്കാം. വെണ്ടയല്ല, പച്ചക്കറിയിൽ അത്യാവശ്യമുള്ളതെല്ലാം ഒന്ന് പറിക്കാമെന്ന് വെച്ച് പതിയെ ഇറങ്ങിയതാണ്. ഈ പാറു കൂടെ ഉണ്ട്. വെണ്ട പറിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറിച്ച്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ബക്കറ്റ് പിടിക്കാവോ പാറു? വയ്യേ ഗൈസ്, അവൾക്ക് ബക്കറ്റ് പിടിക്കാൻ കഴിയത്തില്ലെന്നാണ് അവൾ പറയുന്നത്. വെണ്ട നിൽക്കുന്നു ഗൈസ്. തേ അടുത്തത് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഇളത്തിൽ ഇവിടെ ഒരു വന്നിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ബക്കറ്റ് പിടിക്കാവോ പാറു? ഗൈസ്, ഇച്ചിരി വേണ്ട ഇച്ചിരി മൂത്ത് പോയി. അപ്പോൾ അതിനി ഉണക്കി അതിൻ്റെ അരി എടുക്കാം. അതേ നടക്കത്തുള്ളൂ. ഇവിടെ രണ്ടെണ്ണം നിൽപ്പുണ്ട്, അവനെ എടുക്കാം. ഇല്ല, ചിലതൊക്കെ മുറിക്കാനായിട്ട് കത്തി വേണമെന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ല കട്ടിയുള്ളതും ഉണ്ട്. കത്തി നോക്കണം. കത്തി അതിനകത്ത് കിടപ്പുണ്ട്. പാർവേ വേസ്റ്റേണ്ടതേ ഇത് അത്യാവശ്യം. അത് കത്തി വേണം. ഇതാണ്ടേ വേസ്റ്റേ. അടുത്തത് പാറു പറഞ്ഞാൽ താഴെ പോയിട്ടുണ്ടേ. കണ്ടോ? എവിടാന്ന് കണ്ടോ? വേസ്റ്റേ. അടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചതാണ്. അപ്പം എന്നിട്ടെന്തേ പെട്ടെന്ന് അടുത്തത് വന്നിട്ടുണ്ട്. ഇത് കണ്ട ഇത് വിളഞ്ഞു പോയി. താഴത്തതും വിളഞ്ഞു പോയി. നമ്മൾ ഇതിങ്ങനെ എടുക്കുക. അത് കിട്ടി. ഇതും കൊള്ളാം ഗൈസ്. ദേ അടുത്തത് ഗൈസ്. ദേ ഒരു വെണ്ട കാണിക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വെണ്ടയാണ്. കണ്ടോ? അത്യാവശ്യം നല്ലപോലെ വലുതായി. പക്ഷെ ഉണങ്ങിപ്പോയി. ഇതേ നല്ല കട്ടിയ. അപ്പം അതെടുക്കുന്നില്ല. ഇവിടെ മുകളിലൊരെണ്ണമുണ്ട്, അത് നല്ലതാണ്. ഇത് കൊള്ളാം, കുഴപ്പമില്ല. അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, അവനെ ഇങ്ങനെ എടുക്കാം. നമ്മളിത് കുറച്ച് പച്ചക്കറി വിത്ത് കുറേ കൂടെ മേടിച്ചു കേട്ടോ. കുറേ സാധനമുണ്ട്. ഇപ്പം അതെല്ലാം കുറേ ഐറ്റംസ് ഉണ്ട്. മത്തനുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ചൊരയ്ക്ക, കത്രിക്ക, തക്കാളി, ബീൻസ്, സലാഡ്, വെള്ളരി, പിന്നെ തണ്ണിമത്തൻ, പച്ചമുളക്, പിന്നെ പച്ചച്ചീര, തണ്ണിമത്തൻ്റെ തന്നെ 2-3 ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് പച്ചമുളകാണ്. പിന്നെ പടവലം നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. പച്ചമുളക്, പയർ, നീളമുള്ള വലിയ പയർ, പച്ചമുളക്, ഇത്ര സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനമെല്ലാം ഒരു 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോണക്ക്. ഇത് കണ്ടോ? ഇതെല്ലാം നമ്മൾ ഈ ഗ്ലാസ്സിനകത്തോട്ട് ഇങ്ങനെ മാറ്റിയിട്ടേക്കുവാണ്. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം ഈ വിത്തെല്ലാം കൂടെ നമ്മൾ ഓരോ ചെറിയ തുണിക്കകത്ത് പൊതിയായിട്ട് കെട്ടി വെക്കും. ഒരു ദിവസം അങ്ങനെ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇതുകൊണ്ട് പാകിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരും. അപ്പം പച്ചക്കറി കൃഷി ചെയ്യുന്ന വീട്ടിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ. ഇതുണ്ടോ? 1 മണിക്കൂറോളം ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ മതി. വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഈ കിഴി കെട്ടുന്ന കണക്ക് കെട്ടി നമ്മൾ ഒരു ദിവസം കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ട് വേണം നമ്മളത് പിറ്റേ ദിവസം കൊണ്ട് പാകാനായിട്ട്. നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറി എന്ന് പറയുമ്പോൾ അത് മനസ്സിനും ഒരു സുഖമാണ്, പൈസ ലാഭമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. പറമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും വീടിൻ്റെ മുകളിൽ ടെറസിലൊക്കെ
കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. പയർ കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നു, പക്ഷേ ഉണ്ട് വീണ്ടും പിന്നെ ഇവിടെ ഒരു പേര നിൽപ്പുണ്ട് കേട്ടോ, അപ്പുറത്തും ഒരു പേര നിൽപ്പുണ്ട്. പക്ഷേ പേരയ്ക്കൊക്കെ ചെറുതാണ്, ആയി വരുന്നതേ ഉള്ളൂ. ഇതുണ്ട് ായിട്ട് മുകളിൽ കിടപ്പുണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത്. പറിച്ചെടുക്കാൻ കുറച്ച് പാടാണ്, എന്നാലും പറിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിലെല്ലാം പറിച്ചെടുത്തുകൊണ്ടിരിക്കും. അത് കിടക്കുന്നതാണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയത് കണ്ട. പിന്നെ പാവയ്ക്ക ആയിട്ടുണ്ട്, പക്ഷെ അത് ചെറുതാണ്, 1-2 ആയിട്ടുള്ളൂ. പൂവൊക്കെ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം, പാവയ്ക്ക കാണിച്ചു തരാം. കണ്ടോ, ഇതൊരെണ്ണം, രണ്ടാമത്തെ. പിന്നെ പൂവൊക്കെ വന്നു തുടങ്ങി. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഈ നിൽക്കുന്നത് സാധനം എന്താണെന്നറിയോ? ഇത് മുരിങ്ങയാണ്. മുരിങ്ങ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ചെടികൾ. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. പിന്നെ ഗൈസ്, പച്ചമുളകൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ വഴുതനയുണ്ട്, ഒരു പപ്പായ നിൽപ്പുണ്ട്, ചീര, പച്ചമുളക്, വഴുതന, ഇവിടെ എല്ലാം വെണ്ടയ്ക്ക, വെള്ളരി, തക്കാളി കുറേശ്ശെ പറിച്ച് വെക്കാറായെന്ന് തോന്നുന്നു. ചിലതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വലിപ്പമായിട്ടുണ്ട് കണ്ട. അപ്പോൾ അത് ഒരാഴ്ചക്കുള്ളിൽ അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പമാവും. അപ്പം അത് പറിച്ച് വെക്കാനായിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ചീരയാണ്. ചീര ഇത് മൊത്തം ചീരയാണ്. ചീര അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. ഇവിടെയും ചീരയാണ്, ഇതും ചീരയാണ്. ഇതുണ്ടോ, അപ്പോൾ അതിനി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനിനി പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 5:15 ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ഗുഡ് ബൈ.